പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നന്ദു തന്റെ കൂട്ടുകാരുടെ കൂടെ പോയിട്ട് വരാത്തതിന്റെ ദേഷ്യായിരിക്കട്ടെ കനകദുർഗക്ക്. നയന പറഞ്ഞിട്ട് അമ്മ അച്ഛനോട് പറയണം, അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണം, അല്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവൾ നമ്മുടെ വാക്കിനൊന്നും ഒരു വിലയും തരുന്നില്ല, അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ താമസിക്കുന്നത് എന്നൊക്കെ പറയാണ് നയന. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ നന്ദു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നന്ദുവിനെ കാണുന്ന സമയത്തിന് കനകദുർഗക്ക് അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ട് എത്ര നേരമായി നിനക്കറിയോ? ഇങ്ങനെ രാത്രിയിലൊക്കെ പയ്യന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം നന്ദു പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചിട്ടില്ല, ഞാൻ രാകേഷിന്റെ വീട്ടിലേക്കാണ് പോയത്, അവിടെ പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയും. അന്നേരം ചോദിക്കുന്നത്, നീ രാകേഷിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അനി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദുവിന് ദേഷ്യം വരും. എന്നിട്ട് ചോദിക്കുന്നത്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അപ്പോൾ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ ഇങ്ങ് വന്നേന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ വിളിച്ചുകൊണ്ട് പോവട്ടെ നയന. കനകദുർഗയും നവ്യൊക്കെ ആകെ വിഷമത്തിലായിരിക്കും. നയന ഏതായാലും നന്ദുവിനെ മാറ്റി നിർത്തിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ചോദിക്കുന്നുണ്ട്, എടി അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു നിന്റെ കൂടെ, അനി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദ്യം നന്ദു ഇല്ല എന്ന് പറയും. വീണ്ടും നയന അനി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തൊക്കെ ഇല്ല എന്ന് തന്നെയായിരിക്കും നന്ദു പറയുന്നത്. ആ സമയത്തിന് നയന പറയുന്നത്, എടി നീ കള്ളം പറയുന്നതും വേണ്ട, അനി നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അനി അവിടെ ഉണ്ട് എന്ന തെളിവ് കിട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, അതുകൊണ്ട് നീ ഇനി വാ തുറന്ന് സത്യം പറയടി, അനി അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ നയന വീണ്ടും ചോദിക്കുന്ന സമയത്തിന് മറ്റ് നിവൃത്തിയില്ലാതെ നന്ദു സത്യം തുറന്നു പറയുന്നത്, അതെ അനി അവിടെ ഉണ്ടായിരുന്നു, അനി വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അവൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം കാണിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഓർമ്മയില്ലേ, അതുപോലെ തന്നെ അവൻ അതുപോലെ ചെയ്യും, അവൻ മദ്യപിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെന്നത് എന്നൊക്കെ പറയട്ടെ നന്ദു. എന്നാൽ നന്ദുവിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്ത് നയനെ കൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നയനെ ചോദിക്കുന്നുണ്ട്, ഞാനും ആദർശേട്ടനെ അമ്മയ്ക്ക് നിന്നെ എത്രമാത്രം വിലക്കിയതാണ്, എത്രമാത്രം നിന്നെ ഉപദേശിച്ചു, മാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. എടി എന്നിട്ടെന്താ നിനക്കിതൊന്നും മനസ്സിലാവാത്തത് എന്നൊക്കെ ചോദിക്കാട്ടോ നയന. അന്നേരം നന്ദു പറഞ്ഞിട്ട്, ഞാൻ അങ്ങനെ അവനെ പൂർണ്ണമായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വിഷമമായിരിക്കും, അതുകൊണ്ടാന്ന് പറയും. അന്നേരം നയന പറഞ്ഞിട്ട്, ആ കാര്യമൊന്നും നീ നോക്കണ്ട, അതെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ വിവാഹം കഴിഞ്ഞൊരു പയ്യനാണ്. ആ പെൺകുട്ടിയുടെ മനസ്സെങ്കിലും നീ എനിക്കറിയണ്ടേ, എത്ര പറഞ്ഞു എന്താ നന്ദു നിനക്ക് ഈ കാര്യമൊന്നും മനസ്സിലാവാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നയന ഭയങ്കര ദേഷ്യത്തിലാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, അതെ നിന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ മാന്യമായ രീതിയിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇനിയും ഈ ബന്ധം ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് ഈ ചേച്ചി ഇല്ലാന്ന് നീ എന്ന് കരുതിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ നയന അവിടെ നിന്നും പോകുന്നത്. നയന ഇങ്ങനെയൊക്കെ നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ പോലും നന്ദു ചെയ്യുന്നതിനേക്കാൾ വലിയ കള്ളത്തരം കാണിച്ചുകൊണ്ടല്ലേ ഇപ്പം നയന നടക്കുന്നത്. പക്ഷേ പാവം നയനക്ക് സ്വന്തം തെറ്റ് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. പിന്നീട് കാണിക്കുന്നത് ദേവേനയായിരിക്കും. അനി അവിടെ നിന്നങ്ങ് പോയത് കൊണ്ട് തന്നെ ദേവേനി ഉറങ്ങാതെ അനിയെ തന്നെ കാത്തിരിക്കായിരിക്കും. കുറേ അധികം രാത്രിയായിട്ട് അനി അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തിന് ദേവേനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഇപ്പം സമയം എത്രയാടാന്ന് ചോദിക്കും. അന്നേരം 11 മണിയായി എന്നിങ്ങനെ അനി പറയുന്ന സമയത്തിന് ദേവേനി ചോദിക്കുന്നുണ്ട്, എടാ ഈ സമയത്താണ് അവിടെ വീട്ടിലേക്ക് കയറി വരുന്നത്, എല്ലാവരോടും 10 മണിക്ക് മുൻപേ തന്നെ ഈ വീട്ടിൽ കയറി കൂടണമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നീയൊക്കെ വലുതായതിനു ശേഷമാണ് അതൊക്കെ തെറ്റിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് ദേവേനി ഇങ്ങനെ ദേഷ്യപ്പെടാണ് അനിയോട്. അന്നേരം അനി പറഞ്ഞിട്ട്, ഇന്ന് വിഷു അല്ലേ, അതുകൊണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒന്ന് കൂടെ കൂടിയെന്ന് പറയും. അപ്പോൾ ഏതൊക്കെ ഫ്രണ്ട്സാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് രാകേഷും വിഘ്നേഷൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ദേവേനിക്ക് വീണ്ടും ദേഷ്യം വരട്ടെ. ദേവേനി ചോദിക്കുന്നുണ്ട്, എടാ അതൊന്നും നിന്റെ ഫ്രണ്ട്സ് അല്ലല്ലോ, ആ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിക്കും. നന്ദുവിൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയാണാ നിന്റെ ഫ്രണ്ട്സ് ആവുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട്, അത് പിന്നെ വല്യമ്മേ ഞാനിപ്പോൾ അവരുമായിട്ട് നല്ല കൂട്ടാണെന്ന് പറയും. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, എടാ അവിടെ നന്ദു ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല നന്ദു ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ ദേവേനി അനിയുടെ കർണം നോക്കി ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ, നിന്റെ മുത്തശ്ശനും ഇങ്ങനെ തന്നെയാണ്, മുഖത്ത് നോക്കി കള്ളം പറഞ്ഞാൽ ഉടനെ തന്നെ ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കും. എടാ അങ്ങനെ തന്നെയാണെടാ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ദേവേനി ഇങ്ങനെ നിർത്താതെ അനിയെ ഉപദേശിച്ചു കൊണ്ടിരിക്കട്ടോ അനാമികയുടെ പേരും പറഞ്ഞ്. എടാ നീ എന്തിനാടാ അനാമികയെ വിട്ടുകൊടുത്തിട്ട് നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ഈ രാത്രി ഇവിടെ നിന്ന് പോയത്, അവൾ ഉറങ്ങാതെ നിന്നെ കാത്തിരിക്കാണ്, നീ ഇനിയെങ്കിലും അവളെ സ്നേഹിച്ചു തുടങ്ങണം, അവളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവേനി ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കട്ടോ അനിയെ. ആ സമയത്തിന് അനി പറയുന്നുണ്ട്, വല്യമ്മ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവൾ എന്നെ കാത്തിരിക്കാണ്, ഉറക്കമൊഴിച്ചിരിക്കുകയാണെന്നൊക്കെ. വല്യമ്മ തന്നെ അങ്ങോട്ടേക്കൊന്ന് ചെന്ന് നോക്ക്, അവളിപ്പോൾ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങിക്കാണും, അവൾ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും തന്നെ നോക്കാറില്ല, ബെഡ്റൂമിൽ പോലും ഞങ്ങൾ രണ്ടായിട്ടാണ് കിടക്കാറുള്ളത്. എന്നാൽ അനിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിൻ്റെ ദേവേനിക്ക് ശരിക്കും ഒരു ഞെട്ടലായിരിക്കും. അന്നേരം വീണ്ടും ദേവേനി ഇങ്ങനെ അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ സംസാരിക്കുന്നത്. അതെ അവൾ ഒരേ ഒരു പെൺകുട്ടിയാണ് അവളുടെ വീട്ടിൽ, അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയും അവളെ ഒരുപാട് സ്നേഹിച്ച് ലാളിച്ചിട്ടാണ് അവളെ വളർത്തിയെടുത്തത്. അപ്പോൾ അവൾ ചെറിയ കുട്ടിയല്ലേ, അതിൻ്റേതായിട്ടുള്ള ചില അഹങ്കാരങ്ങളൊക്കെ അവളുടെ കയ്യിലുണ്ടായിരിക്കും.
അതൊക്കെ നീ ആയിട്ട് അങ്ങ് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തന്നെ അവളെ സ്നേഹിക്കാൻ തുടങ്ങണം. അങ്ങനെ സ്നേഹിച്ച് നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകണം. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എന്നൊക്കെ പറയട്ടോ ദേവയാനി. നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അനി എങ്ങനെ നിർത്താതെ ദേവേനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനി ആകെ സങ്കടപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകുന്ന സമയത്തിന് ദേവേനെ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോനെ ഞാൻ നിന്നെ തല്ലിയത് നിന്റെ സങ്കടം കൊണ്ടാണ്. നിന്റെ ജീവിതം ഇനിയെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹം കൊണ്ടാണ്, വല്യമ്മ ദേഷ്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്ന സമയത്തിന് അനി പറയുന്നതിന് സാരമില്ല വല്യമ്മേ, വല്യമ്മയ്ക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ, അതിനുള്ള അധികാരമൊക്കെ വല്യമ്മയ്ക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അനി അകത്തേക്ക് കയറി പോകുന്നത്. അനി അകത്തേക്ക് കയറി പോകുന്ന സമയത്തിന് ആദർശ് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. ആദർശ് വിളിക്കുന്നുണ്ട്, എടാ അനി ഒന്ന് അവിടെ നിന്നേന്ന് പറയും. എന്നാൽ അനിയുടെ മുഖം ഇങ്ങനെ വിഷമിച്ചിട്ട് കരഞ്ഞതുപോലെ ഇരിക്കുന്നത് കാണുന്ന സമയത്തിന് ആദർശ് ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, നിന്നെ ആരെങ്കിലും പിടിച്ച് തല്ലിയോ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, ആ തല്ലി അവകാശപ്പെട്ടവരെ തന്നെയാണ് തല്ലിയത് എന്ന് പറയും. അപ്പോഴേക്കും ആരാടാ നിന്നെ തല്ലിയത് എന്ന് ചോദിക്കാണ് ആദർശ്. അന്നേരം വല്യമ്മയാണ് എന്നെ തല്ലിയത് എന്നിങ്ങനെ അനി പറയുന്ന സമയത്തിന് ആദർശ് പറയുന്നുണ്ട്, നീയും നന്ദു കൂടി തമ്മിൽ കണ്ട കാര്യമൊക്കെ നയന എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, എന്നിട്ട് അമ്മ അത് അറിഞ്ഞു കാണുമെന്ന് പറയും. ആ സമയത്തിന് അനി പറയുന്നുണ്ട്, വല്യമ്മ അതെങ്ങനെയോ അറിഞ്ഞു, ഒരു പക്ഷേ നയന പറഞ്ഞിട്ടായിരിക്കും അമ്മ ഇത് അറിഞ്ഞത് എന്ന സംശയമൊക്കെ ആദർശിനുണ്ട് കേട്ടോ. ഏതായാലും ആദർശ് ഒരുപാടധികം അനിയെ ഉപദേശിക്കുന്നുണ്ട്. ആദർശ് നിർത്താതെ അങ്ങനെ അനിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട്, നിങ്ങൾ എല്ലാവരും നിർത്താതെ എന്നെ ഇങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അനാമിക ഒരിക്കലും എന്നെ സ്നേഹിക്കാറില്ല, എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടൊന്നുമില്ല അവൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, ഇനി അവൾ എന്തൊക്കെ തന്നെ ചെയ്താലും അവൾക്ക് മറ്റു ആണുങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, എന്നാൽ പിന്നെ നീ അങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം അനി പറഞ്ഞിട്ട്, അവൾക്ക് അങ്ങനെ ആണുങ്ങളുമായിട്ട് ബന്ധമില്ല എന്നും പറയാൻ പറ്റില്ല, കാരണം അവൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ അവളുടെ ഫ്രണ്ട്സിനെ കാണാറുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഫോണിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന് 3/4 ഭാഗത്തോളം ആൺകുട്ടികൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ആരും അറിയാതെ അവൾ ക്ലബിലേക്കൊക്കെ പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കാത്തിരുന്നെങ്കിലും ഞാൻ അവളെ സ്നേഹിച്ചില്ലെങ്കിലും അവൾക്ക് യാതൊരു കുഴപ്പമില്ല. അവൾക്കും അവളുടെ അച്ഛനും അമ്മക്കൊക്കെ മറ്റു പല ലക്ഷ്യങ്ങളൊക്കെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ വിവാഹം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് തന്നെ കയറി കൂടിയത് എന്നൊക്കെ പറയും. അന്നേരം ആദർശ് വീണ്ടും അനി അങ്ങനെ ഉപദേശിക്കുന്നുണ്ട്, എടാ നീ അവളുടെ സ്വഭാവമൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് തന്നെ അവളെ സ്നേഹിക്കാൻ തുടങ്ങണമെന്നാട്ടോ ആദർശ് പറയുന്നത്. അന്നേരം അനി ഒന്നും മിണ്ടാതെ അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തിന് ആദർശ് പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താടാ ഒന്നും പറയാതെ പോകുന്നതെന്ന് ചോദിക്കും. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ, എൻ്റെ ജീവിതം നശിച്ചു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കണ്ണും നിറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അനി കയറി പോകുന്നത്. സങ്കടപ്പെട്ട് കണ്ണും തുടച്ചുകൊണ്ട് തന്നെ അനി ഇങ്ങനെ ആ ഒരു സ്റ്റെയർ കേസൊക്കെ കയറി പോകുന്നത് കാണുന്ന സമയത്തിന് ആദർശനും അത് വല്ലാത്ത സങ്കടമായിരിക്കും. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ പോലും അനിക്ക് ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല എന്ന് മാത്രമല്ല, അനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയത്തിന് അനാമികയെ കാണാണ്. അനാമികയെ കുറച്ചു നേരം നോക്കുന്ന സമയത്തിന് അനിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരും. കലി പൂണ്ടുകൊണ്ട് കിടക്കാൻ കഴിയാതെ അനി അവിടെ എഴുന്നേറ്റിരിക്കും. ഒട്ടും ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ അനി ഫോൺ എടുത്തിട്ട് നന്ദുവിന് ഒരു ഗുഡ് നൈറ്റ് അയക്കും. എന്നാൽ ഇത് കറക്റ്റ് കാണുന്നത് നയനയായിരിക്കും. നയന ഏതായാലും ഫോണൊക്കെ എടുത്തിട്ട് അതിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്തിന് അനിയുടെ മെസ്സേജ് ആയിരിക്കും. ഗുഡ് നൈറ്റ് എന്നായിരിക്കട്ടെ നന്ദുവിനെ അയച്ചേക്കുന്നത്. ആ സമയത്ത് തന്നെ നയൻ എങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, അനാമിക അടുത്തുണ്ടായിട്ട് പോലും അവൻ നന്ദുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഇത് ശരിയായ റൂട്ടിലല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇനി എങ്ങനെയെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും മനസ്സ് മാറ്റിയെടുക്കണം, സ്നേഹിച്ചവരെ പിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് നയന. എന്നാൽ ഇതേ സമയത്ത് അനി ഭയങ്കര ടെൻഷനിലായിരിക്കും. കാരണം നന്ദു മെസ്സേജ് കണ്ടു, അതിനെന്താ എന്നിട്ട് റിപ്ലൈ തരാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും അനി ആകെ ടെൻഷനോടെ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കട്ടോ, അതായത് വിഷുവിൻ്റെ അന്ന് ദിവസം രാവിലെ. അന്ന് കനകദുർഗ എല്ലാവരും എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിട്ട് വിഷുക്കണിയൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് വിഷുക്കൈ നീട്ടം കൊടുക്കാട്ടോ നയനക്കും നവ്യക്കും നന്ദുവിനൊക്കെ. അപ്പോൾ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് ഗോവിന്ദൻ രാവിലെ തന്നെ എഴുന്നേറ്റിക്കൊണ്ട് തന്നെ കുളിച്ചതിന് ശേഷം വിഷുക്കണിയൊക്കെ കണ്ടിട്ട് അമ്പലത്തിലേക്ക് പോയി എന്ന് പറയും. ഏതായാലും വിഷുവിൻ്റെ അന്നേ ദിവസം എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വിഷു ആഘോഷിക്കുന്ന ആ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി ആയിരിക്കും ആദർശ് നയന ഒളിപ്പിച്ചു വെച്ച ആ ഒരു സത്യമെല്ലാം മനസ്സിലാക്കുന്നത്. നയനയും ദേവേനും ചേർന്നുകൊണ്ട് തന്നെ തന്നെ ചതിക്കുമായിരുന്നുവെന്നും ദേവേനും നയനയും തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയെന്ന സത്യങ്ങളെല്ലാം തന്നെ ആദർശ് തിരിച്ചറിയുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുൻപായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കുക. അതിനുശേഷം ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പറങ്കിമാങ്ങ തോട്ടത്തിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഇഷ്ടംപോലെ പഴുത്ത പറങ്കിമാങ്ങ കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പച്ച കശുവണ്ടി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ച കശുവണ്ടി ഇതുപോലെ ഇങ്ങനെ ശേഖരിച്ച് വെക്കണം. നല്ലോണം ചെറുതൊന്നും പറ്റില്ല, ഇതുപോലെ ചെറുതൊന്നും പറ്റില്ല കേട്ടോ. അത്യാവശ്യമൊക്കെ മാങ്ങ അത്യാവശ്യം വലിപ്പമുള്ള മൂപ്പുള്ള പച്ച അണ്ടി വേണം നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിത് ഇതുപോലെ ഇങ്ങനെ കുറേ അധികം പച്ചണ്ടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഈ ഒരു പച്ചണ്ടി വെച്ചിട്ട് നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതുപോലെ തന്നെ ചിക്കൻ കറിയിലേക്കോ അല്ലെങ്കിൽ ഫിഷ് കറിയിലേക്കൊക്കെ നമ്മളിത് തേങ്ങയുടെ പകരമായിട്ട് കുറച്ചിങ്ങനെ അരച്ചൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബീഫ് കുറുമയിലേക്കോ ആട് കുറുമയിലേക്കോ അല്ലെങ്കിൽ പച്ചക്കറി കുറുമയിലേക്കോ പോലും നമ്മൾ ഈ ഒരു പച്ചണ്ടി ഇങ്ങനെ അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കറിക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഏതായാലും ഞാനിത് ഇവിടെ ഇത്രത്തോളം പച്ച കശുവണ്ടി പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുക്കുക വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പരിപ്പ് മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ വേണ്ടോ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ചുണ ഉണ്ടാവും. ആ ഒരു ചുണ കയ്യിലോ അല്ലെങ്കിൽ മേലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊള്ളി പോവും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ കത്തി വെച്ചിട്ട് ഇങ്ങനെ രണ്ടാക്കി മുറിച്ചെടുത്തു. അതിനുശേഷം കത്തി കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ പരിപ്പ് അടർത്തിയെടുക്കണം. ഈ പരിപ്പിനോട് ചേർന്നിട്ട് ഇതുപോലെ ഒരു തൊലി ഉണ്ടാവും കേട്ടോ. അതും കൂടി നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ഫ്രഷ് പരിപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും പച്ചണ്ടി നമ്മൾ എടുത്ത് കൊണ്ടുവന്നെങ്കിൽ പോലും വളരെ കുറച്ച് മാത്രമേ കേട്ടോ ഇത് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പരിപ്പ് കിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഈ പച്ച കശുമാങ്ങ ഒട്ടും മൂക്കാത്തത് ഇങ്ങനെ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പരിപ്പൊന്നും കാണില്ല കേട്ടോ. അതിൽ ജസ്റ്റ് ഒരു വെള്ള പാട മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല മൂപ്പുള്ളൊരു പച്ച കശിയുണ്ട് വേണം ശരിക്കും നമ്മളിത് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഞാൻ ഏതായാലും കണ്ടപ്പോൾ ഒന്നിച്ചങ്ങോട്ട് പൊട്ടിച്ചെടുത്തതാട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒന്നിച്ചിങ്ങനെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കത്തിയോണ്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഇത്തിരി റിസ്ക് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ശരിക്കും ഇതിങ്ങനെ അല്ല വീഡിയോക്ക് വേണ്ടിയിട്ട് കത്തിയോണ്ടൊക്കെ ഇങ്ങനെ പൊളിക്കുന്നതായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്രമാത്രം ടാസ്ക് ഒന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ ഗ്ലൗസ് ഒക്കെ ഇട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഈ ഒരു അണ്ടി മാത്രമായിട്ടൊന്ന് വേർതിരിച്ചെടുക്കും. എന്നിട്ട് ഒരു മടാള് വെച്ചിട്ട് ഇത്ര പണിയുള്ളൂ. ജസ്റ്റ് 2 മേട്ടം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരും. അങ്ങനെ നമ്മളെ കംപ്ലീറ്റ് കശുകൊണ്ടും ഏകദേശം എല്ലാതും ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങനെ മുട്ടി പൊളിച്ചു വെക്കും. അങ്ങനെ എല്ലാതും പൊളിച്ചു വെച്ചതിന് ശേഷം മാത്രമായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു മടാളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കത്തിയുടെ തന്നെ ഈ ഒരു കുരുപ്പ് ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുത്ത് മാറ്റും. ഇങ്ങനെ മാറ്റുന്ന സമയത്തും അതിൻ്റെ ആ ഒരു പാടുണ്ടാവില്ല, അതിൻ്റെ തൊലിയില്ലേ, ആ ഒരു തൊലിയും കൂടി നമുക്ക് ഇതിൽ നിന്നൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും. അങ്ങനെ ഏകദേശം പച്ച കശുവണ്ടി 2-3 കിലോത്തോളം നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാതും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു പരിപ്പ് മാത്രം ആക്കി എടുത്തപ്പോഴേക്കും ഇത്രയേ ഉള്ളൂ. അതായത് ഒരു 250 മുതൽ 300 ഗ്രാം വരെ മാത്രമേ ഉള്ളൂ ഇത്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന്റെ ഒരു കറയോ അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇളകി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം അതിലൊരു കൊഴുപ്പ് അല്ലെങ്കിൽ ഒരു കറ പശ ഒക്കെ പോയി കിട്ടിയിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കണം. അങ്ങനെ അത്യാവശ്യം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്കൊന്നും ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കളഞ്ഞെടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തതിന് ശേഷം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് കറികൾ വെക്കാം, അല്ലെങ്കിൽ ഒത്തിരി അധികം കറികളുടെ കൂട്ടത്തിലേക്കൊക്കെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഏതായാലും ഈ ഒരു പച്ച കശുവണ്ടി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതുപോലെ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഉള്ളി നല്ലോണം വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ ആ ഒരു പച്ചമണൊക്കെ വിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. കറിവേപ്പില വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിന്റെ പൊടി, പിന്നെ ഗരം മസാല 1 പിഞ്ച്, പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടെ ഒന്ന് എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കുരുമുളക് പൊടിയും കൂടി 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മസാല മാത്രമേ കേട്ടോ ചേർക്കുന്നുള്ളൂ. മസാല ചേർക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഈ ഒരു മസാല എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിങ്ങനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത തേങ്ങയാണ് കേട്ടോ ഇത് നമുക്കിനി ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കശുവണ്ടി ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സില്ലേ അത് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ തേങ്ങ അരക്കുന്നത് പോലെയല്ല, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണ്ടോ ഈ ഒരു കറിയിലേക്ക് തേങ്ങ അരക്കാനായിട്ട്. അങ്ങനെ തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ല തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇതേ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ ഏതായാലും ഇത് ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. ഏതായാലും നമുക്കിതൊരു സെർവിങ് ബൗളിലേക്കായിട്ടൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറിനേക്കാൾ വെല്ലുന്ന ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് ഈ ഒരു കറി ഇരിക്കുന്നത്. ഈ ഒരു കറി നിങ്ങൾ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നോൺ വെജിനേക്കാൾ വെല്ലുന്ന അതിഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾക്കിനി പച്ച കശുവണ്ടി കിട്ടുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏതായാലും ഞാനിത് ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഈ ചോറും കറിയും അതിലേക്ക് ഒരു ചിക്കൻ്റെ ലെഗ് പീസും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, വാവ് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചോറിലേക്ക് കറിയും അതുപോലെ ഒരു ചിക്കൻ്റെ ലെഗ് പീസിൽ നിന്നൊരു പിച്ചും കൂടി എടുത്തിട്ട് കഴിച്ച് നോക്കുമ്പോഴല്ലോ എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാനത് ചുമ്മാ പറയുന്നതൊന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പച്ച കശുവണ്ടി കിട്ടുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് മാത്രമല്ല, ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. ബൈ.